ഹലോ, വെൽക്കം ടു അനുഷ മോഹൻ ആർട്സ്. നിങ്ങളെടുത്തുണ്ടോ ഒരുപാടൊന്നും എസ്തെറ്റിക് അല്ലാത്ത സ്കെച്ച് ബുക്സ്? ഞാനിതുപോലെ ഭയങ്കര ഓർഡറിൽ ഓരോ പേജും ഭയങ്കര നീറ്റാക്കിയിട്ട് അങ്ങനെയല്ല സ്കെച്ച് ബുക്സ് യൂസ് ചെയ്യാറ്. എൻ്റെ അടുത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് സ്കെച്ച് ബുക്സ് ഉണ്ട്. അത് എനിക്ക് ആ ഒരു സമയത്ത് തോന്നുന്നത് ഓരോരോ ബുക്കിലായിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇത് ഞാൻ ഒരുപാട് കാലം മുമ്പ് വാങ്ങിച്ച ഒരു സ്കെച്ച് ബുക്കാണ്. സ്കെച്ചോ എന്നാണ് പേര്. പേജസ് എല്ലാം ഒരു 120 to 150 GSMൻ്റെതാണ്. എഴുതാനും ചെറിയ ഡൂഡിൽസൊക്കെ ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ വാട്ടർ കളർ പെയിൻറ്റിങ്ങും ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എവിടെ തുടങ്ങും, എന്ത് വരയ്ക്കും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് സമയം നിങ്ങൾ കളയുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടൈപ്പ് ആർട്ടാണ് ഞാൻ ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റാങ്കിൾ ആർട്ടാണ് കേട്ടോ. പേര് കേട്ട് പേടിക്കേണ്ട. പിന്നെ ഇത് നമ്മളൊക്കെ പണ്ട് നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ ചെയ്തിരുന്ന ഒരു ആർട്ട് ഫോമാണ്. എന്നിട്ടും തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി, ഇതെങ്ങനെയായിരുന്നു പണ്ട് ചെയ്തിരുന്നത് എന്ന്. ഈ സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലെറ്റ് ഗോ ഓഫ് പെർഫെക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ വരയ്ക്കുന്ന ഓരോ ലൈനിനെയും അതിൻ്റെ എല്ലാ ഇംപെർഫെക്ഷൻസിനോടും കൂടി തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ചെറിയ വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ടെങ്കിലും ആ വരകളെല്ലാം തന്നെ ഒരേ പാറ്റേണിൽ റിപ്പീറ്റഡായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ആ ഒരു മൊമെൻറ്റിലാവും. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു റിലാക്സേഷൻ, അതൊക്കെയാണ് ഈ സെൻറ്റാങ്കിൾ ആർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് റിപ്പീറ്റഡായിട്ട് ചെറിയ സർക്കിൾസ് അല്ലെങ്കിൽ ഡോട്ട്സ്, കേർവ്സ്, അങ്ങനത്തെ എന്തും റിപ്പീറ്റഡ് പാറ്റേൺസിൽ യൂസ് ചെയ്യാം. ഇത് പൊതുവേ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ചെയ്ത് കാണുന്നത്. വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് തോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ട് ഫോമാണിത്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈൻസ് ഉണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു 4x4 സ്ക്വയർസ് വരച്ചു. ഒരു 2 സെൻറ്റിമീറ്റർ ഈച്ച് മറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ലൈൻസാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും പടം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ രീതിയിലേക്കാണ് ഇത് വരുന്നത്. നമ്മൾ ആർട്ട് ചെയ്യുമ്പോൾ അതൊരു ജോബാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഹോബി ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾക്ക് അതിനോട് മടുപ്പ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ പെയിൻറ്റിങ്സ്, അങ്ങനെ ഒരുപാട് ക്ഷമ വേണ്ടുന്ന പെയിൻറ്റിങ്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചെറിയ വർക്ക്സ് ചെയ്യുന്നത് മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സ്റ്റേബിളാക്കി നിർത്താനും, അതേപോലെ അയ്യോ അത് അത്രയും കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഇത്രേ ആയുള്ളൂ എന്നെല്ലാം ഉള്ള ഒരുപാട് തോട്ട്സ് നമ്മളുടെ അടുത്തുനിന്ന് ഒന്ന് മാറ്റാൻ സഹായിക്കും ഇത്തരം ചെറിയ എക്സസൈസസ്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ ചെറിയ ഒരുപാട് എക്സസൈസസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാറുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെന്ന് ആർട്ട് ലൈൻ്റെ പെന്നാണ്. അത് നമുക്ക് തീരെ പടരാതെ ഇരിക്കാനും, അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വാട്ടർ കളേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പേപ്പേഴ്സിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. അതിൻ്റെ മേലെ പെയിൻറ്റ് വാട്ടർ കളർ ആയാലും ഈ ഒരു മഷി പരക്കാതെ ഇരിക്കും. അപ്പോൾ ഈ സെൻറ്റാങ്കിൾ ആർട്ട് തന്നെ ട്രഡീഷണൽ അല്ലാത്ത പല രീതിയിലും ഇത് ചെയ്യുന്നുണ്ട്. അതിൽ കളേഴ്സ് വെച്ച് ചെയ്യുന്നതുണ്ട്, ഇതിൻ്റെ മേലെ കളർ അടിക്കുന്നത്, അങ്ങനെ ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ സെൻറ്റാങ്കിൾ ആർട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടെക്നിക്ക് ഭയങ്കര സ്മൂത്തറായി. ഒരു സ്ഥലത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ട് എനിക്കത് ലൈൻ കൈയെടുക്കാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ചെയ്തു വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ട്രിക്ക് പിടികിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം അതിന് ആ ഒരു പൂവിൻ്റെ ഒരു ഇലയുടെ ആകൃതിയിലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ വേറെ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നതെങ്കിൽ അത്
റിപ്പീറ്റായി ചെയ്താൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഒരുപാട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകതയാണ്. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ഫോക്കസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. അപ്പം ഇത്തരം ആർട്ട് വർക്ക്സ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.